എടോ നിങ്ങളെ മാങ്ങ വെച്ച് രസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളിയാടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ്. പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ രസം ഉണ്ടാക്കി നോക്കിയാൽ ഇനി നമ്മൾ സാധാരണ പുളി പിഴിഞ്ഞുണ്ടാക്കുന്ന രസത്തിനോടൊക്കെ പോവാൻ പറയും കേട്ടോ. എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ഞാനിന്നേ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ പച്ചമാങ്ങ വെച്ച് രസം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു 10 മിനിറ്റിലൊക്കെ കാര്യം കഴിയും കേട്ടോ. അത്രയ്ക്കും എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോഴേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനു മുന്നേ ഈ ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാലേ നമുക്ക് സമയം കളയാതെ തന്നെ ഈ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. എടോ ഇതുണ്ടാക്കാനേ നല്ല പുളിയുള്ള നോക്കി ഒരു മാങ്ങ എടുക്കണം. അല്ല 2 മാങ്ങ എടുക്കണം കേട്ടോ. 2 മാങ്ങ ആവശ്യമായിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം. പിന്നെ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോ ഇങ്ങനെ എത്ര അടുത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ആദ്യം കരുതിയത് ഇത് ഷോർട്സ് ഇടാന്ന്. അപ്പം ആ രീതിയിലാട്ടോ ആദ്യം ഒന്ന് എടുത്തത്. പിന്നെ കരുതി ലോങ് ആയിട്ട് തന്നെ ഇടാന്നേ. അതാണ് ഇങ്ങനെ ആയത് കേട്ടോ. അപ്പം ആയത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇത്ര അടുത്ത് കാണുന്നതേ. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് ക്ലീൻ ആക്കി എൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടേ ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് വലുതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം മാങ്ങയൊന്ന് ചെത്തി മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. തുവരപ്പരിപ്പൊന്നും ഒരുപാട് കൂടരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 മാങ്ങ കട്ട് ചെയ്തല്ലോ, ആ 2 മാങ്ങയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്. മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഇങ്ങനാണോ ഇതിൻ്റെ തനതായ ശൈലിയിലുള്ള മാങ്ങ രസം എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് കഴിയും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ. ഈ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം. അപ്പം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ടേ. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിലെങ്കിലും കേൾപ്പിക്കണം കേട്ടോ. ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പം അതുവരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4 വിസിലൊക്കെ മതിയാവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ദാണ്ട 4 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദാണ്ട തുറന്ന് നോക്കിയിട്ടുണ്ടേ. അപ്പോൾ ദാണ്ട നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടേ. നല്ല അടിപൊളിയായിട്ട് മാങ്ങയും പരിപ്പും എല്ലാം നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ വേണം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവേ. നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണേ. ശരിക്കും പറഞ്ഞാലേ എനിക്ക് മറ്റേ രസം ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഈ രസം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതങ്ങോട്ട് ഉടച്ച് മാറ്റി വെച്ചിട്ട് ഞാനൊരു ചട്ടിയിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചട്ടിയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോളം കടുകൊന്ന് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കേ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒരുപാട് കൂടരുത് കേട്ടോ. 2 വറ്റൽമുളക് എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടേ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി ആട്ടോ എടുത്തേക്കുന്നത്. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഇപ്പം ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു 2-3-4 കുഞ്ഞുള്ളിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
കുഞ്ഞുള്ളി നിങ്ങൾക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം, അതൊന്നും അല്ലെങ്കിൽ ചതച്ചും ചേർക്കാം കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്. ഞാനിത് വട്ടത്തിലൊന്ന് അരിഞ്ഞേക്കാണ്. എന്നിട്ട് ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കളറൊന്നും മാറ്റണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്, ഇതുവരെയൊക്കെ ഒന്ന് മൂത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ സാമ്പാർ പൗഡർ ആട്ടോ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇത് പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണേ. നമ്മളിതിൽ സാമ്പാർ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു രുചിയും മണമൊക്കെയാണ് ഈ രസത്തിന്. അപ്പോൾ ഉണ്ടെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് മിക്സാക്കി ആ മഞ്ഞപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ പരിപ്പിൻ്റെ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. കാര്യം നമ്മൾ പരിപ്പ് വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർക്കാനേ. അപ്പം ഞാൻ നോക്കിയപ്പോഴും കുറച്ച് ഉപ്പ് പോരാത്തതായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. അതൊന്ന് തിളച്ചാൽ മതിയാവും, നമ്മുടെ രസം ഇവിടെ റെഡിയാവും കേട്ടോ. വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. തിളയ്ക്കാൻ വെച്ചിട്ടൊന്ന് പുറത്തോട്ട് പോയത് അപ്പോഴേക്കും ഒരുപാട് അങ്ങ് തിളച്ചു പോയി. ഇത്രയും തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാവേ. തിളച്ച് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രസം ഉണ്ടെങ്കിൽ വേറെ ഒരു കറികളുടെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്ക് രുചിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഇനി നമുക്കിതേ ചൂടോടെ തന്നെ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ വായോ, അവിടെ ചൂട് ചോറിനകത്ത് ഇതങ്ങോട്ട് നിറയെ അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ട്രൈ ആക്കി നോക്കണം.